ഹായ് സർ. ഹായ് നിമി. ശരിക്കും പറഞ്ഞാൽ സിന്തൈറ്റ് ഗ്രൂപ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു വ്ളോഗിൽ വരുന്നത്. അപ്പോൾ അതെനിക്ക് തോന്നുന്നു നമ്മളുടെ ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ്. കാരണം ഇത്രയും ഒരു ലെഗസി ഉള്ളൊരു ബ്രാൻഡ് നമുക്ക് വ്ളോഗ് ചെയ്യാൻ കിട്ടുകയെന്ന് പറഞ്ഞൊരു വലിയ കാര്യമാണ്. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വ്ളോഗിൽ നമ്മുടെ കലൂരുള്ള പിമെൻറ്റോ എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ മെയിനായിട്ട് പറയുന്നത്. സാർ ആദ്യമായിട്ട് നമ്മുടെ ഈ ഒരു വ്ളോഗിൽ വരുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ സിന്തൈറ്റ് ഗ്രൂപ്പിനെ കുറിച്ച് ഒത്തിരി വേർട്ടിക്കൽസ് ഉള്ള ഒത്തിരി ലെഗസി ഉള്ളൊരു ഗ്രൂപ്പാണിത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് നമുക്ക് പിമെൻറ്റോ എന്ന് പറഞ്ഞിട്ടുള്ള അപ്പാർട്ട്മെൻറ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. നിമി, ഞങ്ങൾ മെയിനായിട്ട് ഈ വ്ളോഗ് ചെയ്യാനായിട്ടുള്ള ഒരു ആദ്യത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിന്തൈറ്റ് റിയലിറ്റി എന്നൊരു വിങ് സിന്തൈറ്റിന് ഉണ്ടെന്ന് തന്നെ ഞങ്ങളുടെ ക്ലയൻറ്റലിന് പകുതി ആൾക്കാർക്ക് അറിയില്ല. അതാണ് ഇതിൻ്റെ ആദ്യത്തെ ചുവട് ഇതിലേക്ക് വയ്ക്കാനുള്ള കാര്യം. സിന്തൈറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളം പോലത്തെ ഒരു കൊച്ചു സ്ഥലത്ത് നിന്ന് ഒരു 4000 കോടി ലോക വിപണി ഉള്ള ഒരു കമ്പനിയാണെന്നുള്ളത് ആർക്കും തന്നെ അറിയില്ലാത്തത്. സിന്തൈറ്റ് ഒരു B2B സെഗ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. B2C സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ കിച്ചൺ ട്രഷേഴ്സ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ് എല്ലാവരുടെയും വീടുകളിലും സുപരിചിതമായിട്ടുള്ള ഒരു ബ്രാൻഡ് അതാണ്. പിന്നെ വരുന്നത് ശരിക്കും പറഞ്ഞാൽ B2Cയിൽ റിയലിറ്റി സെഗ്മെൻ്റാണ് വരുന്നത്. ഞങ്ങൾ കൂടുതലും ഒരു സെമി അർബൻ മാർക്കറ്റ് ആണ് ഇത്രയും നാളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഞങ്ങളുടെ കോലഞ്ചേരി എന്ന് പറഞ്ഞ കൊച്ചു ഗ്രാമത്തിൽ ഞങ്ങൾ കുറേ പ്രൊജക്ട്സുകൾ അവിടെ ചെയ്തിട്ടുണ്ട്. കൂടുതലും വില്ലാസാണ് ചെയ്തേക്കുന്നത്. അത് ആ സെയിം കോൺസെപ്റ്റ് പിമെൻറ്റോ പോലത്തെ ഒരു ഇതിലേക്ക് ഒരു ഫ്ലോർ അപ്പിൽ വില്ലാസ് ഉണ്ടാക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ പിമെൻറ്റോ എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് തന്നെ ഇവിടെ ഉണ്ടാക്കാൻ കാര്യം. സിന്തൈറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സ്പൈസ് ഒലിയർ എസൻസിൽ വേൾഡ് ലീഡറാണ് സിന്തൈറ്റ്. ഞങ്ങൾക്ക് പ്രോഡക്റ്റ് ലൈൻസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പൈസ് ഒലിയർ എസൻസ് ആണ് സ്റ്റാർട്ടെങ്കിലും പോളൻ മൈക്ക് ഇപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് ഗോർമേ ചോക്ലേറ്റ്സ് ആണ്. We have Nat Extra, which is nutraceutical, which is there are so many products which are കളർ ആണെങ്കിലും നാച്ചുറൽ കളേഴ്സ് ഇപ്പോൾ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ നാച്ചുറൽ കളേഴ്സ് കംപ്ലീറ്റ്ലി സിന്തറ്റിക് കളേഴ്സ് മുഴുവനും ബാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാച്ചുറൽ കളേഴ്സ് ഉണ്ടാക്കുന്ന ഒരൊറ്റ കമ്പനി നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മുടെ ഓരോ വീടുകളിലും ഡേ ടു ഡേ യൂസ് ചെയ്യുന്ന പല സാധനങ്ങളിലും വരുന്ന ഇൻഗ്രീഡിയൻസ് സിന്തൈറ്റാണ് സപ്ലൈ ചെയ്യണമെന്ന് പോലും പകുതി ആൾക്കാർക്കും അറിയില്ല. സോ ഒരു വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ആൻഡ് യു ടേക്ക് പെർഫ്യൂമറി. ആ സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ പെർഫ്യൂംസിന് ഷെനേൽ പോലത്തെ കമ്പനീസിന് പോലും നോട്ട് ഡയറക്ട്ലി ബട്ട് ത്രൂ അവർ അതർ what do you say distributors we are providing raw materials. So it's a very very complex company which has got so much of flavors. You name any food ingredient, Simega എന്ന് പറഞ്ഞ ഞങ്ങൾക്ക് ഒരു ഫെസിലിറ്റി ഉണ്ട് which actually provides ingredients to almost all the companies like Pepsi, Kellogg's, so you name it. So that is the kind of diversity the company holds. ഈ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഞങ്ങൾ റിയാലിറ്റിയിലും കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം. ഇതിൻ്റെ അകത്ത് ഇതൊരു സെക്കൻഡ് ജനറേഷൻ ആയിട്ടുള്ള ഒരു എൻഡോവറാണ്. ഞാനൊരു സെക്കൻഡ് ജനറേഷൻ ഓണറായിട്ടാണ് ഞാൻ ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് റിയാലിറ്റി എന്ന് പറഞ്ഞ ഫീൽഡ് കൊണ്ടുവരുന്നത്. റിയൽ എസ്റ്റേറ്റ് സെക്ടർ നോക്കുകയാണെങ്കിൽ 92 മുതൽ സിന്തൈറ്റ് റിയൽ എസ്റ്റേറ്റിലുണ്ട്. ഞങ്ങളുടെ പേട്രൺ മിസ്റ്റർ CV ജേക്കബ് ജേർണി സ്റ്റാർട്ടഡ് വിത്ത് കൺസ്ട്രക്ഷൻ. അപ്പോൾ ഞങ്ങളെപ്പോഴും കോൺക്രീറ്റുമായിട്ട് തിരിച്ച് എങ്ങനെ വന്നു കഴിഞ്ഞാലും വി ലാൻഡ് അപ്പ് ഇൻ ടു ദാറ്റ് കൺസ്ട്രക്ഷൻ ഫീൽഡ്. അങ്ങനെ 92-ലാണ് നമ്മൾ റിവേറ എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യണത്. ഇറ്റ് വാസ് വൺ ഓഫ് എ കൈൻഡ് ഫുള്ളി എയർ കണ്ടീഷൻഡ് അപ്പാർട്ട്മെൻറ്റ്സ് ഇൻ കൊച്ചിൻ അന്ന് കാലഘട്ടത്തിൽ. അതിനുശേഷം നമ്മൾ റമദയിലേക്കൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് ബിക്കോസ് ഹോസ്പിറ്റാലിറ്റി ഈസ് ഓൾസോ അനദർ ഫീൽഡ് വിച്ച് വി ആർ ഇൻ. ഇതിന് ശേഷം 2006 മുതലാണ് പിന്നെ നമ്മൾ സെമി അർബൻ മോഡൽ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ സെമി അർബനിലും ഒരു ക്ലയൻറ്റൽ റിക്വയർമെൻ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി ആൾക്കാരും നമ്മൾ പുറത്ത് പോയി നമ്മുടെ ലൈഫ് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴും തിരിച്ച് നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ അവനേൻ്റേതായ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എറണാകുളത്താണ് ഇങ്ങനത്തെ പ്രോസ്പെക്റ്റ് ഉള്ളൂ. അപ്പോൾ അതിന് കേറ്റർ ചെയ്യാമെന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കോലഞ്ചേരി ചൂസ് ചെയ്യാൻ കാര്യം.
അതിൻ്റെ മെയിൻ ഫാക്ടർ ആസ് യു നോ റിയൽ എസ്റ്റേറ്റ് ഇസ് ഓൾവേസ് അബൌട്ട് ലൊക്കേഷൻ. അതെ അതെ അതെ. സോ ആ ഒരു ഫാക്ടർ നോക്കുമ്പോൾ Kolanjeri is placed in such a lovely location where Kakinada is just 12 kilometers away, Kochi is just 20 kilometers away. So accessibility that way is really good. Exiting from the city towards the airport or towards any other destination is always accessible from Kolanjeri out without getting into the hustle bustle. So അതാണ് ഞങ്ങൾ കോലഞ്ചേരി മെയിനായിട്ട് ചൂസ് ചെയ്യാൻ കാര്യം. അപ്പോൾ ആ റിവിയറ കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് കോലഞ്ചേരിയിൽ ഒരു സ്പൈസ് വില്ല എന്ന് പറഞ്ഞൊരു വില്ല പ്രൊജക്റ്റാണ്. അതൊരു 42 വില്ലാസാണ് phase 1 phase 2 ആയിട്ടാണ് ചെയ്തത്. ഞങ്ങളുടെ അതിൻ്റെ ഒരു ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ തിരിച്ചിതിലേക്ക് വരാൻ കാര്യം ഞങ്ങളുടെ കുറച്ച് സീനിയർ എംപ്ലോയീസിന് കുറച്ച് വീട് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ മാർക്കറ്റിലേക്ക് ഇട്ട് പോയി കഴിഞ്ഞപ്പോൾ 22 വീട് ഒരാഴ്ചയും കൊണ്ട് വിറ്റുപോയി. അങ്ങനെയാണ് then again Synthite started thinking about re-getting into real estate, and from there the journey has been, we've already finished 5 villa projects there. After that we did Vanilla Grove, then we did Ginger County, then we did Lavender Bay. In between we did a small apartment also which is part of again Vanilla Grove apartment we call it. That's a space next to Vanilla Villas. And then ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തത് പെപ്പർ വൈൻ എന്ന് പറഞ്ഞ് വെണ്ണലയിൽ ഒരു അപ്പാർട്ട്മെന്റ് ചെയ്തു. ഇത് കഴിഞ്ഞു വന്നേക്കുന്ന 2 പ്രോജക്ട്സ് ആണ് ഈ പിമെന്റോയും അസൂരി വിസ്ത എന്ന് പറയുന്ന വില്ലയും. അതിൻ്റെ ആദ്യത്തെ ഫേസ് ഓൾമോസ്റ്റ് ഒരു 80% സ്റ്റേജിലിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പിമെന്റോൻ്റെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് സ്ട്രക്ചർ തീർന്നു. ബൈ ഡിസംബർ വിൽ ബി റെഡി ടു ബി ഹാൻഡിങ് ഓവർ ദ പ്രോജക്ട്. സോ ദിസ് ഇസ് വെയർ വി സ്റ്റാൻഡ് ടുഡേ. Both these projects are very very prestigious projects for us because ഇത് അടുത്തൊരു 30 വർഷത്തേക്ക് ഇത് സ്റ്റാൻഡ് ഔട്ട് ചെയ്യണം എന്നുള്ളൊരു ദൗത്യത്തിലും പിന്നെ ഏർബൻ ലിവിങ്ങിലും ഒരു വില്ല കോൺസെപ്റ്റ് ഫീൽ ചെയ്യണം നമ്മുടെ ക്ലയൻസിന് എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് ശ്രമിക്കുന്നത്. ഇനിയുള്ള പ്രൊജക്ട്സും അങ്ങനെ തന്നെയാണ് മനസ്സിൽ വിചാരിക്കുന്നത്. ശരിക്കും പറഞ്ഞ സാറേ, സാറ് ഈ സിന്തൈറ്റ് ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇത്രയ്ക്കധികം കാര്യങ്ങളുള്ള ഒരു കമ്പനിയാണ്, അല്ലെങ്കിൽ ഇത്രയും വേർട്ടിക്കൽസ് ഉണ്ട്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് ശരിക്കും എനിക്ക് പോലും മനസ്സിലായത്. അതുപോലെ റീസെൻ്റ്ലി എനിക്ക് തോന്നുന്നു നമ്മുടെ ടീമായിട്ട് നമ്മൾ ഈ വ്ളോഗിനൊക്കെ വേണ്ടി സംസാരിച്ചപ്പോഴാണ് സത്യം പറഞ്ഞ് ഈ ഫീൽഡിൽ ഇത്രയും വർഷം ഉണ്ടായിട്ട് പോലും റിവേറ സ്യൂട്ട്സ് നമ്മുടെ പ്രൊജക്റ്റാണെന്ന് എനിക്ക് മനസ്സിലായത്. ഞാനത് വേറെ ഏതൊരു കമ്പനിയുടെ പ്രൊജക്റ്റാണെന്നാണ് എനിക്ക് അറിയാവുന്നത്. റമദിയും കാര്യങ്ങളൊക്കെ നമുക്കറിയായിരുന്നു. അതുപോലെ ഇത്രയും വില്ല പ്രോജക്ട്സ് ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ശരിക്കും പറഞ്ഞ ഇതൊരു പുതിയ അറിവായിരുന്നു. ജിഞ്ചർ കൗണ്ടി ഓഫ് കോഴ്സ് നമുക്ക് അറിയാവുന്ന ഒരു പ്രോജക്റ്റാണ്, കാരണം വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രോജക്റ്റാണ് ജിഞ്ചർ കൗണ്ടി. ബാക്കി ഇപ്പം ഇത്രയും പ്രോജക്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ സാർ പറഞ്ഞപ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റിയത്. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻ തന്നതിന് ഒരുപാട് നന്ദി. ഇനി നമുക്ക് പിമെൻറ്റോ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ നമ്മൾ കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൻ്റെ അടുത്താണ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്കൊന്ന് നോക്കിയാലോ. സോ ആസ് യു സെഡ് നിമി, നമ്മൾ ലൊക്കേഷൻ എന്ന് പറയുന്നതിന് ഒരു ഭയങ്കര പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സംഭവമാണ്. എന്തുകൊണ്ടാണ് ലൊക്കേഷൻ ഒരു ക്രിട്ടിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എറണാകുളം തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റേഡിയം ലിങ്ക് റോഡ് ഇതിപ്പോൾ ഒരു VIP സെഗ്മെൻറ്റ് ആയി മാറിയേക്കുന്ന ഒരു റോഡാണ്. അതാണ് പ്രൈമറി റീസൺ. സെക്കൻഡറി ഈസ് ഇപ്പോൾ ഇവിടുന്ന് ബൈപ്പാസിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും സിറ്റിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും സെൻട്രലൈസ്ഡ് ലൊക്കേറ്റഡ് ആണ്. കല്ലൂർക്ക് പോകണമെങ്കിലും ഏത് സൈഡിലേക്ക് പോകണമെങ്കിലും ഇറ്റ് സെൻട്രലൈസ്ഡ് ലൊക്കേഷൻ. സോ ഇഫ് ഒരു റോഡിൽ ട്രാഫിക് കൂടുതലാണെങ്കിൽ വേറൊരു റോഡ് നമുക്ക് സുഖമായിട്ട് ആക്സസ് ചെയ്ത് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തു പോകാനുള്ളൊരു സൗകര്യം, അതാണ് അതിൻ്റെ അകത്ത് മെയിൻ ഫാക്ടർ. രണ്ടാമത്തത് ഇപ്പം ആ ലൊക്കേഷനിൽ തന്നെ നോക്കുമ്പോൾ നമുക്കൊരു അഡ്വാൻറ്റേജ് മെയിനായിട്ട് കിട്ടുന്നത് ഇപ്പോൾ മെട്രോ. സോ മെട്രോ ഇസ് ഹാർഡ്ലി 500-600 meters അവേ. സോ അപ്പോൾ ഒരു ഹൗസ് വർക്കിന് വന്നവരാണെങ്കിലോ എന്തിനാണെങ്കിലും അവർക്കും ഒരു അക്സസിബിലിറ്റി ഇതൊരു ഭയങ്കര ക്രിട്ടിക്കൽ ഫാക്ടറാണ് വെൻ എ ഹോം ബൈ തിങ്സ് അബൌട്ട് ദെയർ ഹോം. ഇത് രണ്ടും ഇതൊക്കെ പാർട്ട് ഓഫ് ലക്സുറിയാണ്. ഇറ്റ്സ് ഇസ് നോ മോർ എ പാർട്ട് ഓഫ് എനിത്തിങ് എൽസ്. അപ്പോൾ നമ്മൾ മേടിക്കുന്ന വീടിൻ്റെ ഉള്ളിലുള്ള സ്പേസ് മാത്രമല്ല, അതിനകത്ത് വരുന്ന ആക്സസിബിലിറ്റി ഫോർ പീപ്പിൾ ടു കം ആൻഡ് വർക്ക് എക്സെട്ര, പ്ലസ് യു ഗോയിങ് ഔട്ട്, യു നെസ്റ്റ്ലിംഗ് ബാക്ക് ഇൻ ടു യുവർ നെസ്റ്റ്. ദാറ്റ് ഇസ് ദ ബേസിക് തിങ് യു ആർ ലുക്കിംഗ് അറ്റ്, യു കമ്മിങ് ബാക്ക് ഇൻ ടു യുവർ ഹോം. ഒരു കിളി പറന്ന് തിരിച്ചു കയറുന്ന മാതിരിയുള്ള ഒരു ഫീലിംഗ് ആണല്ലോ ഏതായാലും നമ്മളൊരു വീട് മേടിക്കുക. ഇതൊരു ആസ്പിറേഷനാണ് നമുക്കൊരു വീട് മേടിക്കുക എന്ന് പറയുന്നത്. പിന്നെ അതിരിക്കുന്ന ലൊക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു ക്ലയൻറ്റ് അടുത്ത് ചോദിക്കുകയാണ് എവിടെയാണ് നിങ്ങളുടെ വീടെന്ന് ചോദിക്കുമ്പോൾ
കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന്റെ അടുത്താണെന്ന് പറയുമ്പോൾ ആ ലൊക്കേഷന് തന്നെ ഒരു ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് അവിടെ വന്നു. വെരി ട്രൂ. ഇനി നമ്മൾ പ്രൊജക്റ്റിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു 47 സെൻസിൽ വരുന്ന പ്രോപ്പർട്ടിയാണ്. പ്രൊജക്റ്റിൻ്റെ 2 സൈഡിലും അല്ലെങ്കിൽ പ്രോപ്പർട്ടി നമ്മൾ ബിൽഡിങ്ങിൻ്റെ 2 സൈഡിലും ഓൾമോസ്റ്റ് 9 മീറ്റേഴ്സ് വെച്ച് വിട്ടിട്ടാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്തേക്കുന്നത്. സോ ദാറ്റ് അടുത്ത ബിൽഡിങ്സിൽ നിന്ന് ഒരു ബ്രീത്തബിലിറ്റി കിട്ടുക, പ്രൈവസി കിട്ടുക എന്നുള്ളൊരു ഫാക്ടറാണ് അതിൻ്റെ അകത്ത് നമ്മൾ ഉൾക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വരുന്നത് ഗ്രൗണ്ട് പ്ലസ് 14 ആണ്. അതിൻ്റെ അകത്ത് 13 ഫ്ലോർ വരെയാണ് നമുക്ക് അപ്പാർട്ട്മെൻറ്റ്സ് ഉള്ളത്. നമുക്കൊരു ട്രിപ്പിൾ ഹൈറ്റ് ലോബിയാണ് കയറി വരുമ്പോൾ ഉള്ളത്. ഫസ്റ്റും സെക്കൻഡും ഫ്ലോർസ് 3 ബെഡ്റൂമാണ്. 3rd ഫ്ലോർ മുതൽ 13th ഫ്ലോർ വരെ 4 ബെഡ്റൂംസാണ് നമ്മൾ ചെയ്യണത്. അതിന് മുകളിലേക്ക് നമ്മൾ അമ്യൂണിറ്റീസ് ആഡ് ചെയ്തേക്കാണ്. ഇതാണ് പ്രൊജക്റ്റിൻ്റെ ഏകദേശം ഒരു ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ഫ്ലോറിൽ 2 അപ്പാർട്ട്മെൻറ്റ് വെച്ചാണ് വരുന്നുള്ളൂ. സോ എല്ലാ ക്ലയൻറ്റിനും ലോബിയിൽ സ്പേഷ്യസ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനും ക്രൗഡ് വരാതിരിക്കാനുമുള്ള ഫോർമുലകളാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സാർ പറഞ്ഞല്ലോ 3ഉം 4ഉം ആണ് നമുക്ക് വരുന്നതെന്നുള്ളത്. അപ്പോൾ എത്ര സ്ക്വയർ ഫീറ്റ് തൊട്ട് എത്ര സ്ക്വയർ ഫീറ്റ് വരെയുള്ള അപ്പാർട്ട്മെൻറ്റ്സ് ആണ് വരുന്നത്? ഇനി ഇതൊരു 2800 തൊട്ട് 3200 സ്ക്വയർ ഫുട്ട് വരുന്ന വീടുകളാണ് നമ്മളിവിടെ പിൻമെൻറ്റോയിൽ ചെയ്യുന്നത്. അതിനുപരി ഒരു പ്രൈവസി ഫാക്ടർ എന്നുള്ള രീതിയിൽ ഒരു ലോബിയിൽ 2 ലിഫ്റ്റാണ്. ഇത് വേറെ ഒരു പ്രൊജക്റ്റിലും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദാറ്റ് ഈസ് ദ കൈൻഡ് ഓഫ് പ്രൈവസി ഈച്ച് ക്ലയൻറ്റ് ഈസ് ഗോയിങ് ടു ഗെറ്റ്. കാരണം നമ്മൾ ശരിക്കും ഒരു ഫ്ലോറിൽ 2 അപ്പാർട്ട്മെൻറ്റേ ഉള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 2 ലിഫ്റ്റ് കൊടുത്തിരിക്കുന്നത് അല്ലേ? അതെനിക്ക് തോന്നുന്നത് അങ്ങനെ അധികം ഞാൻ കേട്ടിട്ടില്ല അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സിൽ പ്രത്യേകിച്ച്. ഇല്ല, വേറെ ഒരു പ്രോജക്റ്റിലും തന്നെ അങ്ങനെ ഒരു സംഭവം ഇല്ല. ദർ ഇസ് എ സ്റ്റാൻഡേർഡ് ദാറ്റ് വി ഹാവ് ടു ഗിവ്. പക്ഷെ ആ സ്റ്റാൻഡേർഡ് നമുക്കൊരു അഡ്വാൻറ്റേജ് ആയി മാറുന്ന ഒരു സിനേറിയോ ആണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ പിന്നെ ചെറിയ നമുക്ക് ചോദിക്കാനുള്ളത് ഇതിൻ്റെ ഏറ്റവും മെയിൻ പാർട്ടാണ് ഇതിൻ്റെ പ്രൈസിങ്. അപ്പം എന്തൊരു റേഞ്ച് തൊട്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മുടെ പ്രൈസിങ് വന്നിട്ട് ഏതാണ്ട് ഒരു 3.5 crores ആൻഡ് എബവ് ആണ് പ്രൈസിങ് വരുന്നത്. അത് ഇന്നത്തെ ഒരു മാർക്കറ്റ് സ്റ്റാൻഡേർഡിൽ നോക്കുകയാണെങ്കിൽ അത് കുറവാണെന്നാണ് ഞാൻ പറയുള്ളൂ. ബിക്കോസ് ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ പ്രൈസിങ് സെഗ്മെൻറ്റിൽ വേറൊരു അപ്പാർട്ട്മെൻറ്റ് എനിക്ക് തോന്നുന്നില്ല എറണാകുളത്ത് കിട്ടാനുണ്ട് എന്നുള്ളത്, വിത്ത് ദിസ് കൈൻഡ് ഓഫ് എക്സ്ക്ലൂസിവിറ്റി ഓർ ലക്ഷറി ഐ ക്യാൻ സേ. എനിക്ക് തോന്നുന്നു നമ്മൾ ആ സ്പെക്കിലേക്ക് അമ്യൂണിറ്റീസിലേക്കൊക്കെ വരുമ്പോഴാണ് അതിന്റെ ഇച്ചിരിയും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടാനായിട്ട് പോകുന്നത് അല്ലേ? സാറേ, നമ്മുടെ പിമെൻറ്റോ എന്ന് പറഞ്ഞ പ്രോജക്റ്റിലേക്ക് വരുമ്പം അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എനിക്ക് മനസ്സിലായത് അതിൻ്റെ ലൊക്കേഷനാണ്. കാരണം കലൂർ സ്റ്റേഡിയം പോലെയുള്ള അത്രയും ഒരു VIP ഏരിയയിലാണ് നമ്മുടെ ഈ പ്രോജക്റ്റ് ഇരിക്കുന്നത്. പിന്നെ ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിക്കാറുണ്ട് സിറ്റിക്കകത്തുള്ള ഓപ്ഷൻസ് ഉണ്ടോ, സിറ്റിക്കകത്തുള്ള ഓപ്ഷൻസ് ഉണ്ടോ. അപ്പോൾ ഇത് ശരിക്കും ഇൻസൈഡ് ദ സിറ്റി അല്ലേ, അത്രയും പ്രീമിയം ലൊക്കേഷനിലോ. അപ്പോൾ നമ്മളുടെ ഈ ഒരു ലൊക്കേഷനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് വലിയ പ്രോജക്ട്സ് ഉള്ളൊരു ലൊക്കേഷനാണിത് അല്ലേ? അപ്പം നമ്മുടെ ഈ ഒരു പ്രോജക്റ്റിന് കുറേ സ്പെഷ്യാലിറ്റീസ് ഞാനിവിടെ വന്നപ്പോൾ കണ്ടു. ഇതിൻ്റെ സ്പെക്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. പല പ്രോജക്ട്സിൽ നിന്നും ഇതിനെ യുണീക്ക് ആക്കുന്ന കുറേ ഘടകങ്ങളുണ്ട്. അപ്പോൾ അതൊന്ന് സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇത് ആദ്യം തന്നെ പ്രൊജക്റ്റിനെ വെച്ച് സംസാരിക്കുമ്പോൾ ഇതൊരു വളരെ ബൊട്ടിക്കായിട്ടുള്ളൊരു ഡിസൈനാണ് നമ്മൾ ആർക്കിടെക്റ്റിനെ കൊണ്ട് എൻവിസാജ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിൻ്റെ സൺ മൂവ്മെൻറ്റ് നോക്കിയിട്ട് ഈ ബിൽഡിങ്ങിലേക്ക് വരാവുന്ന താപനില കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ ഫസാഡ് കൊടുത്ത്, അപ്പോൾ ആ വീടിൻ്റെ ഉള്ളിലേക്ക് ചൂട് വരാതിരിക്കാൻ പാകത്തിനും പുറത്തേക്ക് എക്സ്പോസ്ഡ് ആയിട്ടുള്ള വോളുകൾ കുറച്ച് അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. സോ ദാറ്റ് ഇന്നത്തെ ഒരു കാലാവസ്ഥ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴയും വെയിലും പഴയതുമാതിരി അല്ല. നേരത്തെ ഒരു 6 ഡിഗ്രിയൊക്കെ വ്യത്യാസം രാത്രിയും രാവിലെയും തമ്മിലുള്ളൂവെങ്കിൽ ഇന്ന് അതൊരു 12-20 ഡിഗ്രി വരെ പോകുന്ന കാലാവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആസ് ഇറ്റ് ഈസ് ദ ഹോൾ വേൾഡ് is seeing that scenario. So we've taken all this into consideration while designing this building. അതാണ് ഫസ്റ്റ് ഒരു മെയിൻ പോയിന്റ് ആയിട്ട് ഞാൻ പറയാനുള്ളത്. രണ്ടാമത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ഹാവ് എ ട്രിപ്പിളൈറ്റ് ലോബി. ആ ലോബിയിൽ വി ആർ ക്രിയേറ്റിംഗ് സ്പേസസ് വെയർ പീപ്പിൾ ക്യാൻ എൻജോയ് ഡിഫറെൻറ്റ് വേസ്. വൺ, ഇപ്പോൾ ഒരു വീട്ടിലിരുന്ന് മടുത്തു കഴിഞ്ഞാൽ താഴെ പോയിരുന്ന് വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു ഗാർഡൻ സ്പേസ് പോലെ ലേക്ക് ഓപ്പൺ ആയിട്ടുള്ളൊരു ട്രിപ്പിൾ ഹൈറ്റ് ലോബിയാണ് നമ്മൾ ചെയ്യണത് തന്നെ. അതുപോലെ ഒരു കൊച്ചിന് വീട്ടിലിരുന്നു മുഷിഞ്ഞും ബോറടിച്ച് കഴിയുമ്പോൾ പോയിരുന്ന് വേറെ പഠിക്കാനോ അല്ലെങ്കിൽ വി ആർ ട്രൈങ് ടു പ്രൊവൈഡ് എ സ്മോൾ ലൈബ്രറി സിസ്റ്റം വേർ ദേ ക്യാൻ ഗോ ആൻഡ് സിറ്റ് ആൻഡ് റീഡ്. അപ്പോൾ അങ്ങനത്തെ ഓരോ സ്പേസസ് ക്രിയേറ്റ് ചെയ്താൽ ഞങ്ങൾ ഈ പ്രൊജക്റ്റ് എൻവിസാജ് ചെയ്യണം. സോ വി ഗോ ഇൻ ടു പിൻ പോയിൻറ്റിങ് ഈച്ച് ഇൻഡിവിജ്വൽ ക്ലയൻറ്റ്സ്
thought process so that we design each project that we do. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കയറുന്നത് ഫ്യൂജിടെക്കിൻ്റെ ലിഫ്റ്റിലേക്കാണ്. ഓരോ ഇൻഡിവിജ്വൽ അപ്പാർട്ട്മെൻറ്റിലേക്ക് കയറി കഴിഞ്ഞാലും ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് അല്ലാണ്ട് നമ്മൾ ഒരു സാധനം ചൂസ് ചെയ്തിട്ടില്ല. ഇഫ് യു go into the toilets, we are using Wilro and Bosch as the commodes and things like that, and Hansgrohe, both are German products which are top notch in the world when it comes to sanitary fittings, and anybody can research that. So ഇങ്ങനത്തെ സാധനങ്ങളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. Then when you go into the topmost floor, we have ample space where we've provided a gym. We have a nice party area for any functions that can be hosted here. അതിനും മേളിൽ പ്രൈവസി കിട്ടാൻ വേണ്ടിയിട്ട് 15th ഫ്ലോറിൻ്റെ റൂഫിലാണ് നമ്മൾ പൂൾ വെച്ചേക്കുന്നത്. സോ അതും ഒരു ചെറിയ ഇൻഫിനിറ്റി പൂൾ കൈൻഡ് ഓഫ് എ കോൺസെപ്റ്റ്, ബട്ട് ബിക്കോസ് a facade even goes through that also. Okay. So whole building will have a totally boutique look after it is complete. സാർ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി അപ്പാർട്ട്മെൻറ്റ്സിൽ ഇങ്ങനെ ട്രിപ്പിൾ ഹൈറ്റ് ലോബീസ് കണ്ടിട്ടില്ല അല്ലേ. അപ്പം നമ്മൾ ഇവിടെ വർക്ക് നടക്കുകയാണ്, പക്ഷെ എന്നാലും നമ്മൾ ആ ഒരു പ്രോജക്റ്റിലേക്ക് കയറി വരുമ്പോൾ നമുക്കൊരു 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടലിലേക്കൊക്കെ കയറുന്ന ആ ഒരു ഫീലാണ് അല്ലേ നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ സാർ പറഞ്ഞൊരു പോയിന്റ് എന്ന് പറയുന്നത് 2 ലിഫ്റ്റുകൾ, 2 അപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ 2 ലിഫ്റ്റുകൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോക്കാണ് ഇപ്പം നമ്മൾ ഇരുന്ന് ഈ സംസാരിക്കുന്ന മോക്ക്. വെരി ബ്യൂട്ടിഫുൾ. സോ ദ ബേസിക് തിങ് ഇസ്, ഈ ഞാനിപ്പോൾ ഇന്നിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത് മുഴുവനും ഏത് ക്ലയൻ്റ് ആണെങ്കിലും ഇന്ന് വി ഹാവ് എ മോക്കപ്പ് ടു ഷോ ദ പീപ്പിൾ ദാറ്റ് ദേ ക്യാൻ കം ആൻഡ് വിസിറ്റ് ആൻഡ് ഫീൽ ദ ലക്ഷറി ദാറ്റ് വി ആർ പ്രൊവൈഡിങ് ദം. So yeah, that is one thing Pimetto is going to stand out for in Cochin. ഞങ്ങളുടെ ഒരു വിഷൻ അടുത്തൊരു 50 വർഷം ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ് ഇതുപോലത്തെ വരരുതെന്നുള്ളതാണ്. അതാണ് അതിൻ്റെ അകത്ത്. ബട്ട് അറ്റ്ലീസ്റ്റ് ഒരു 30 years ഏതായാലും അങ്ങനെ നിൽക്കുമെന്നുള്ളതാണ് ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട്. ഇപ്പം നമ്മളുടെ ഈ ഒരു പ്രോജക്റ്റ് ഒരു പ്രീമിയം കാറ്റഗറിയിൽ പെട്ട ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ കുറച്ച് അമ്യൂണിറ്റീസ് സാർ ഇപ്പോൾ പറഞ്ഞു, എന്നാലും ഇത് എടുക്കാൻ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെ ഇവിടെയുള്ളത് എന്നറിയാനായിട്ടുള്ളൊരു ആഗ്രഹമുണ്ടോ? അപ്പോൾ അമ്യൂണിറ്റി പാർട്ട് ഒന്ന് സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? സോ ഇതിൻ്റെ അകത്ത് അമ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ we've thought through and through into what should we provide to. ഇന്നത്തെ പുതിയ തലമുറയെ നോക്കിയിട്ട് AI ഒഴിച്ച് ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമ്മൾ കൺസിഡർ ചെയ്താണ് അമ്യൂണിറ്റീസ് ഇതിൻ്റെ അകത്ത് പ്ലാൻ ചെയ്തത്. സോ 2 കാർ പാർക്ക്, ബിക്കോസ് ടുഡേ എവറി ഹൗസ് ഹോൾഡ് ഹാസ് 2 cars. എല്ലാ ഇൻഡിവിജ്വൽ ഹൗസസിനും 2 കാർ പാർക്കും, അതിൻ്റെ അകത്ത് ഒരു കാർ പാർക്കിൽ EV ചാർജിങ്ങിനുള്ളൊരു ഓപ്ഷൻ. ഇതാണ് നമ്മൾ കാർ പാർക്കിനെ വെച്ച് നോക്കാൻ നേരത്ത് നമ്മൾ ഇത് ചെയ്തേക്കുന്നത്. പിന്നെ ട്രിപ്പിൾ ഐറ്റ് ലോബി ടു ആംപ്ലി സ്പെൻഡ്. നമ്മളിത് ഇൻസിസ്റ്റ് ചെയ്ത് ട്രിപ്പിൾ ഐറ്റ് ലോബി എന്ന് ഇപ്പോഴും ഇടയ്ക്ക് പറയണത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എയറേഷൻ ഫാക്ടർ വിൽ ബ്രിങ് എ ലോട്ട് ഓഫ് ലൈറ്റ് ഇൻ ടു യു. ഇറ്റ്സ് ഗോട്ട് എ 5 സ്റ്റാർ 7 സ്റ്റാർ കൈൻഡ് ഓഫ് എ ഫീലാണ് നമ്മൾ അതിൻ്റെ അകത്ത് കൊണ്ടുവരാനിരിക്കുന്നത്. പിന്നെ കമ്മിങ് അപ്പ് ടു ദി അമ്യൂണിറ്റീസ്, വി ഹാവ് എൻ ആംപിൾ ഗെറ്റ് ടുഗെദറിന് വേണ്ടിയിട്ടുള്ളൊരു ഹാള്. At the same time, we have a excellent gym we are planning to put up, and there is going to be a pool. A poolൻ്റെ അകത്ത് പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി ഈവൻ ബബിൾസും, then there is going to be a cascading water element, which is again all adding to that luxury factor to the project. So these are the amenities which we are providing at present. പിന്നെ ഈ പറഞ്ഞ മാതിരി മേളിൽ നിന്ന് ഇൻഡിവിജ്വൽ ഹൗസസിൽ നിന്നുള്ള ആക്സസ്, ഇപ്പോൾ ഈ സൊമാറ്റോ പോലത്തെ ആൾക്കാർ ഡെലിവറി ബോയ്സ് വരാൻ നേരത്തുള്ള ആക്സസിബിലിറ്റിയും അതിനുവേണ്ടി സെപ്പറേറ്റ് ഏരിയയും, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. സാറേ, ഇപ്പം നമ്മുടെ ഈ ഒരു പ്രോജക്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 6 മാസം കൊണ്ടൊക്കെ ഓൾമോസ്റ്റ് ഹാൻഡിങ് ഓവർ സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു സ്റ്റേജിലാണ്. അപ്പോൾ ഇതൊരു മാൻഡേറ്ററി ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ചോദിക്കുന്നതാണ്. നിങ്ങളെല്ലാ ലീഗലും റെറയും എല്ലാം എടുത്ത് ചെയ്യുന്ന ആൾക്കാരാണ്. ബട്ട് സ്റ്റിൽ ഇപ്പം നമ്മളുടെ ഒരു കസ്റ്റമേഴ്സ് ചോദിക്കും ഏതൊക്കെ ബാങ്ക് അപ്രൂവ്ഡ് ആണെന്നൊക്കെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ലീഗൽ സൈഡ് ഒന്ന് സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? സോ ലീഗലി നമ്മൾ പ്രോപ്പർട്ടി എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഇനീഷ്യലി എല്ലാ വെറ്റിങ്ങും പ്രോമിനൻറ്റ് ബാങ്ക് അപ്രൂവൽസ് കൊടുക്കുന്ന ലീഗൽ ടീംസിനെ കൊണ്ട് തന്നെ വെറ്റ് ചെയ്യിച്ചിട്ട് പ്രോപ്പർട്ടിയുടെ ഡീഡ്സ് മുഴുവൻ ചെക്ക് ചെയ്തിട്ടാണ് നമ്മളത്
ആ ഒരു പോർഷൻ തീർക്കണം. ഇത് കഴിഞ്ഞ് ഇന്ന് ഇപ്പോൾ എക്സിസ്റ്റൻസ് ആയിട്ടുള്ള പ്രോമിനൻറ്റ് ബാങ്ക്സ് എല്ലാം തന്നെ അപ്രൂവ്ഡ് ആണ് ഈ പ്രൊജക്റ്റിൽ. സോ ഇപ്പോൾ ഒരു ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഉദ്ദേശിക്കുന്ന ഏത് ബാങ്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓൾറെഡി ഡോക്യുമെൻ്റ് വെറ്റ് ചെയ്ത ഡീറ്റെയിൽസ് ബാങ്ക്സിൻ്റെ കയ്യിലുണ്ട്, അതിൻ്റെ ഒരു നമ്പറും ഉണ്ടാവും. അവർക്ക് നേരെ അവരുടെ ക്രെഡൻഷ്യൽസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്രൂവൽസ് റെഡി ആവാനായിട്ട് ഹാർഡ്ലി എ മന്ത്സ് ടൈം അവർക്കത് അപ്രൂവൽ ചെയ്ത് കിട്ടാവുന്നതാണ്. രണ്ടാമത് റെറയുടെ നമ്മൾ 2027 വരെയാണ് നമുക്ക് റെറയുടെ അപ്രൂവൽ ഉള്ളത്. നമ്മൾ 26 അവസാനം ആകുമ്പോഴേക്കും ഇത് ഹാൻഡ് ഓവർ ചെയ്യാനുള്ളൊരു പ്രോസ്പെക്റ്റിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഒരു 6 months ബിഫോർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ സാർ ഒരുപാട് സന്തോഷം. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഈ പ്രോജക്റ്റിനെ കുറിച്ചും സിന്തൈറ്റ് ഗ്രൂപ്പിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റി. സാറേ പോലെ ഒരാളെ നമുക്കൊരു വ്ളോഗിൽ കിട്ടുക പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. എനിക്കറിയാം നല്ല തിരക്കുള്ള ഒരാളാണെന്ന്. എന്നാലും നമ്മളിങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ സാർ വന്നു, എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ എനിക്ക് ഇനിയും നമ്മുടെ പുതിയ പ്രോജക്ട്സ് ഒക്കെ വരുമ്പോൾ ഇതുപോലൊരു വ്ളോഗ് ചെയ്യാനായിട്ട് അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഉറപ്പായിട്ടും നിമി, ഞാൻ ഐ ബീൻ ആക്ച്വലി ഫോളോയിങ് യുവർ പേജ് ഫോർ ക്വൈറ്റ് സം ടൈം ഓർ വ്ളോഗ്സ് ഫോർ ക്വൈറ്റ് സം ടൈം. ബിക്കോസ് ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ തന്നെ ഇരിക്കുമ്പോൾ നാച്ചുറലി ഞങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാണ്ട് പറ്റില്ല. ഹൂ ഈസ് ഗിവിങ്, ഹൂ ഈസ് കമ്മിങ് ഔട്ട് ബെറ്റർ പ്രോഡക്റ്റ് വൈസ് എന്നുള്ളത് ഞങ്ങളെപ്പോഴും വി സ്ട്രൈവ് ടു ബിക്കം ഏറ്റവും മാസ്റ്റേഴ്സിനാണല്ലോ നമ്മളെ പിടിക്കാൻ നോക്കുന്നത്. സോ ദാറ്റ് വി അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഗ്രോ ബെറ്റർ ടുഗെദർ. ദാറ്റ് ഇസ് ദ ബേസിക് തിങ്. Anyhow, thank you, Nimi, so much for having me. And thank you, sir.